നമസ്കാരം, ഏവരെയും ലിലു പ്രേംസ് കോർണറിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ചില്ലക്ഷരങ്ങളെക്കുറിച്ചാണ്. ചില്ലക്ഷരങ്ങൾ ഏതാണെന്നും എത്ര എണ്ണമാണെന്നും ചില്ലക്ഷരങ്ങൾ എന്നാൽ എന്താണെന്നും അവ എങ്ങനെ എഴുതാമെന്നും അതുകൂടാതെ ചില്ലക്ഷരങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു ചെറിയൊരു ഗാനവും കൂടെ. നമുക്ക് തുടങ്ങിയാലോ? ചില്ലക്ഷരങ്ങൾ. ഹെഡിങ് എഴുതുമ്പോൾ നടുക്കാണ് എഴുതേണ്ടത്. ച, ഈയുടെ ചിഹ്നം, ല, ഇല്ല, അതിൻ്റെ താഴെ വരയുടെ താഴെ ചില്ല, ഇക്ഷ, കായും ഷായും കൂടെ ചേർന്ന അക്ഷരം, ക, ഇക്ഷ, ചില്ലക്ഷ, ജ, ന, ഇൽ. ചില്ലക്ഷരങ്ങൾ കണ്ടോ? ചില്ലക്ഷരങ്ങൾ എന്താണ് ഈ ചില്ലക്ഷരങ്ങൾ എന്നറിയാമോ? സ്വരസഹായം കൂടാതെ ഉച്ചരിക്കാവുന്ന വ്യഞ്ജനങ്ങളെയാണ് ചില്ലുകൾ എന്ന് പറയുന്നത്. അതായത് സ്വരാക്ഷരങ്ങളുടെ സഹായമില്ലാതെ നമുക്ക് ഉച്ചരിക്കാൻ അല്ലെങ്കിൽ പറയാൻ പറ്റുന്ന വ്യഞ്ജനാക്ഷരങ്ങളായാണ് ചില്ലക്ഷരങ്ങളെന്ന് പറയുന്നത്. മലയാളത്തിൽ എത്ര ചില്ലക്ഷരങ്ങൾ ഉള്ളതെന്നറിയാമോ? 5 ചില്ലക്ഷരങ്ങളാണ് ഉള്ളത്. മലയാളത്തിൽ 5 ചില്ലക്ഷരങ്ങളുണ്ട്. അവ ഏതൊക്കെയാണ്? അത് നമുക്ക് നോക്കാം. അതായത് ഇൻ, 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 ന, ഇത് ന അല്ലേ? നായുടെ അകത്തൂടെ വളഞ്ഞ് കയറി മുകളിലോട്ടൊരു വാൽ, അതാണ് ഇൻ. ഇതാണ് ഇൻ, ഇൻ. അടുത്തത് ത, ഇതാണ് ത, ഇത് ത. അപ്പം തായുടെ അകത്തൂടെ വളഞ്ഞ് കയറി മുകളിലോട്ട് വാൽ, അതാണ് ഇൽ. ഇൻ, ഇൽ, ഇൽ, ഇൽ. അടുത്തത് ഇർ, രാ എഴുതിയിട്ട് രായി, ഇത് രാ. അപ്പോൾ രായി കൂടെ മുകളിലോട്ടൊരു വാൽ, അതാണ് ഇർ, ഇർ. ഇൻ, ഇൽ, ഇർ. അടുത്ത ഇൺ, 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 ഇണ്ണ്, ണ്. നാ എഴുതിയിട്ട് നയുടെ അകത്തൂടെ വളഞ്ഞു കയറി മുകളിലോട്ട് വാല്, ഇൺ. ഇൻ, ഇൽ, ഇർ, ഇൺ. അത് ഒരു അക്ഷരം കൂടെയുണ്ട്, ഒരു ലെറ്റർ കൂടെയുണ്ട്. അതാണ് ഇത് ഗ. ഗയിൽ കൂടെ അകത്തോട്ട് വളഞ്ഞ് മുകളിലോട്ട് ഇൽ, ഇൽ, ഇൽ. അപ്പോൾ ചില്ലക്ഷരങ്ങൾ 5 എണ്ണമാണ്. സ്വരസഹായം കൂടാതെ ഉച്ചരിക്കാവുന്ന വ്യഞ്ജനങ്ങളെയാണ് ചില്ലുകൾ എന്ന് പറയുന്നത്, അതായത് ചില്ലക്ഷരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ 5 ചില്ലക്ഷരങ്ങളാണ് നമ്മുടെ മലയാളത്തിലുള്ളത്. അത് ഇൻ, ഇൽ, ഇർ, ഇൺ, ഇൾ. ഇനി നമുക്കിത് വെച്ചുള്ള 2 വാക്കുകൾ നോക്കാം. ഇന്ന് വെച്ച് വരുന്ന വാക്കുകൾ മാൻ, ബുധൻ, ബുധൻ, ഇവിടെ എഴുതാം, തേൻ, തേൻ, ദേവൻ, ദേവൻ. ഇതിൽ നമ്മൾ ആൾറെഡി എഴുതി കഴിഞ്ഞു. പവൻ, പൂവൻ, പൂവൻ, പൂവൻ.
അടുത്തത് ഇല്ല് വെച്ചുള്ള വാക്കുകൾ. ഇത് ഇന്ന് വെച്ചുള്ള വാക്കുകൾ. ഇല്ല് വെച്ചുള്ള വാക്കുകൾ: കുയിൽ, മയിൽ, കടൽ, കായൽ, മടൽ, വയൽ, കാൽ, കടന്നൽ, മണൽ, തണൽ, പായൽ. ഇനി വാക്കുകളുണ്ട് കേട്ടോ. പായൽ. കണ്ടല്ലോ. അപ്പോൾ ഇന്ന് വെച്ചുള്ള വാക്കുകൾ: മാൻ, തേൻ, ദേവൻ, ബുധൻ, പവൻ, പൂവൻ. ഇല്ല് വെച്ചുള്ള വാക്കുകൾ: കുയിൽ, മയിൽ, കടൽ, കായൽ, മടൽ, വയൽ, കാൽ, കടന്നൽ, മണൽ, തണൽ, പായൽ. അടുത്ത നമുക്ക് ഇർ വെച്ചുള്ള വാക്കുകൾ നോക്കാം. ഇർ. ഇൻ, ഇൽ, ഇർ. കയർ, കയർ, പയർ, കാർ, വയർ, വയർ, ഞായർ, ഞായർ. അപ്പോൾ ഇർ വെച്ചുള്ള വാക്കുകൾ: കയർ, പയർ, കാർ, വയർ, ഞായർ. അടുത്ത് ഇള്ള് വെച്ചുള്ള വാക്കുകൾ: ഇൾ, ഇൾ, വാൾ, തേൾ, ആൾ, ആൾ, ഇടിവാൾ, ഇടിവാൾ, തിങ്കൾ, തിങ്കൾ. ഇനി ഇതില്ല, നമ്മൾ ഇള്ളു വെച്ച് നമുക്ക് പ്ലൂറൽ വരുമ്പോൾ, ഒന്നിൽ കൂടുതൽ വരുമ്പോൾ, ഒരു സാധനമായാലും പിന്നെ നമ്മുടെ എന്തായാലും നമ്മൾ ഒന്നിൽ കൂടുതൽ പ്ലൂറൽ പറയുമ്പോൾ ഇള്ളു വെച്ചുള്ള വാക്കുകൾ പറയും. കൈകൾ, കാലുകൾ, വളകൾ, കണ്ണുകൾ, കാതുകൾ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒത്തിരി പറയാൻ പറ്റും ഇള്ളു വെച്ചുള്ള വാക്കുകൾ. അടുത്തത് ഇണ്ണ് വെച്ചുള്ള വാക്കുകൾ നോക്കിക്കോളൂ. ഇൻ, ഇൻ. ഇന്ന് വെച്ചുള്ളത്: കൂൺ, കൂൺ, തൂൺ, ജൂൺ, ജൂൺ, ബലൂൺ.
ബലൂൺ. മനസ്സിലായല്ലോ. ഇള്ളു വെച്ച വാക്കുകൾ വാൾ, തേൾ, ആൾ, ഇടിവാൾ, തിങ്കൾ. ഇൺ, കൂൺ, തൂൺ, ജൂൺ, ബലൂൺ. അപ്പോൾ ചില്ലക്ഷരങ്ങളെക്കുറിച്ച് മനസ്സിലായല്ലോ. അപ്പോൾ സ്വരസഹായം കൂടാതെ ഉച്ചരിക്കാവുന്ന വ്യഞ്ജനങ്ങളെയാണ് ചില്ലുകളെന്ന് പറയുന്നത്. മലയാളത്തിൽ നമുക്ക് 5 ചില്ലുകളാണുള്ളത്. അവ ഇൻ, ഇൽ, ഇർ, ഇൺ, ഇൾ. അപ്പോൾ അവ വെച്ചുള്ള വാക്കുകളും കൂടെ താഴെ കൊടുത്തത്. ഇനി നമുക്ക് ഈ ചില്ലക്ഷരങ്ങളെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു പാട്ടായാലോ. പാട്ട് പാടിയല്ലോ. തൂൺ നിർത്തി കയർ കെട്ടിയിടാം, കയർ നിറയെ പടർത്താം, കൂൺ വളർത്താൻ വൈക്കോൽ വേണം, വയൽ നിറയെ ഞാർ നട്ടിടാം, വയർ നിറയെ ചോറും കഴിക്കാം. ജൂൺ മുഴുവൻ മഴയിൽ നനയാം, കായൽ കാണാൻ കാർ വിളിക്കാം, കാൽ നനയ്ക്കാൻ കടലിലിറങ്ങാം, കൈകൾ നിറയെ വളകൾ അണിയാം, അലങ്കരിക്കാൻ ബലൂൺ വേണം, ഞായർ തിങ്കൾ ബുധൻ അങ്ങനെ ദിവസങ്ങളേഴാണ്. മുത്തുകൾ കൊണ്ട് മാല കോർക്കാം, അക്ഷരങ്ങൾ കൊണ്ട് പദങ്ങൾ തീർക്കാം, പദങ്ങൾ കൊണ്ട് വാക്യങ്ങൾ തീർക്കാം, വാക്യങ്ങൾ കൊണ്ട് ഖണ്ഡിക തീർക്കാം, ഖണ്ഡികകളാൽ നോവലെഴുതാം. അങ്ങനെ 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 അക്ഷരചിഹ്ന മുത്തുകളാൽ ജീവിതമാല കോർത്തിടാമല്ലോ. ഇതാണ് ഈ പാട്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവർ ബൈ.